അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുകയാണ്, തനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ മുസ്ലിമാവില്ല എന്ന് ഹദീസുണ്ടല്ലോ എന്ന്. അതിൻ്റെ വിശദാംശമാണ് അത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹിഹ് ഹദീസിലുണ്ട്. ലാ യുമിനു അഹദുക്കും, നിങ്ങൾ തൊട്ടൊരാൾ സത്യവിശ്വാസി, പരിപൂർണ സത്യവിശ്വാസി എന്ന അർത്ഥത്തിലേക്ക് പരിപൂർണ സത്യവിശ്വാസി ആവുന്നതല്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, അവൻ്റെ സ്വന്തം സഹോദരനായ മുസ്ലിമായ അവൻ്റെ സ്വന്തം സഹോദരന് അവൻ ഇഷ്ടപ്പെടുന്നത് വരെ, മാ യുഹിബ്ബു ലി നഫ്സി, അവന് സ്വന്തം ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും. ഇഷ്ടപ്പെടൽ വേറെ, അതേസമയത്ത് അത് ആ കാര്യം അവന് ചെയ്തു കൊടുക്കൽ വേറെ. രണ്ടിന് രണ്ട് പ്രതിഫലമാണ്. വെറും ഇഷ്ടപ്പെടൽ കൊണ്ട് തന്നെ നമുക്ക് നല്ല ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും സമ്പത്തുകളും ഉണ്ടാവണമെന്ന് നമുക്കിഷ്ടമുണ്ട്. അത് നമ്മുടെ സഹോദരനും ഇഷ്ടപ്പെടുക, അതിലും പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ സഹോദരൻ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി തന്നെ നാം വല്ല വഴിയിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ സീറ്റുണ്ട്. അപ്പോൾ ഒരു സത്യവിശ്വാസിയായ ഒരു മുസ്ലിം അവിടെ ഒരേ സമയത്ത് കയറി വന്നു. അപ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ ആദ്യം ഇരിക്കൂ, ഞാൻ നിൽക്കട്ടെ എന്ന് പറയാം. അത് അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും ഇനത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം നിൽക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനാണ് ചാൻസ് കൊടുക്കേണ്ടത്. അതൊരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതേസമയത്ത് നാം ഇരിക്കുന്ന സന്ദർഭത്തിൽ നാം എണീറ്റ് നിന്നിട്ട് മറ്റാളെ ഇരുത്തേണ്ട ആവശ്യമില്ല. വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വയസ്സുള്ളവരോ കഴിവില്ലാത്തവരോ ശാരീരിക ശേഷി ഇല്ലാത്തവരോ ആണെങ്കിലും നമുക്ക് ശേഷി ഉണ്ടെങ്കിലും അല്ലാതെ എണീറ്റ് നിന്നുകൊണ്ട് നാം ഇരിക്കുന്ന സ്ഥലത്തെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. നമുക്കതിനുള്ളതായ കഴിവില്ലാത്ത കാലത്തോളം, കഴിവുണ്ടെങ്കിലും ആ വരുന്ന വ്യക്തി ഉമ്മയോ വാപ്പയോ നമ്മേക്കാളും വയസ്സുള്ളവരോ ആണെങ്കിലും വിരോധവുമില്ല, നല്ലതുമാണ്. ഇതാണ് മറ്റുള്ളവരെ മുന്തിക്കുക എന്നതുകൊണ്ട് വിവക്ഷ. അത് ജീവിതത്തിൽ ആ രൂപത്തിലുള്ള സ്വഭാവം നാം കൈകൊള്ളുകയാണെങ്കിൽ നാം അള്ളാഹുവിൻ റസൂൽ പറഞ്ഞ ഇനത്തിൽ സത്യവിശ്വാസികൾ ആവേണമെങ്കിലുള്ള, അഥവാ പരിപൂർണ മോമിൻ ആവേണമെങ്കിലുള്ളതായ നിബന്ധന പാലിച്ച ആളായി മാറുന്നതാണ്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി